തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും സുവിശേഷ വേലയിലേക്ക് തിരിഞ്ഞ് നീണ്ട 27 വർഷക്കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വചന ശുശ്രൂഷയും ഒപ്പം പിന്നീട് അനേക വർഷങ്ങൾ കേരളത്തിൽ അകത്തും പുറത്തുമൊക്കെയായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ബ്രദർ ജോർജ് ചെറുപറമ്പിൽ, തൊടുപുഴ കല്ലൂർക്കാട് ഇടവക അംഗം, തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഈ കേരള കോൺഗ്രസിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ജോസ്, മാണി, ജോസഫ്, സണ്ണി, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ. അതിൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ അധികം ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. അത് അന്ന് ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒന്നിച്ചു നിന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ 15 MLA മാർ, 4 മന്ത്രിമാർ, അതിനോടനുബന്ധമായ കോർപ്പറേഷൻ ചെയർമാൻമാർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൃദ്ധമായ സുവർണ കാലഘട്ടം ഉണ്ട് കേരള കോൺഗ്രസിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആ സുവർണമെല്ലാം പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട PJ ജോസഫും ബഹുമാനപ്പെട്ട TN ജേക്കബും കൂടി ഒരുമിച്ച് നിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായി. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ മുമ്പ് മുതലേ, ചെറുപ്പം മുതലേ ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. KSC മുതൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയത്തിലൊരു താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠനം, പ്രീ ഡിഗ്രി പഠിച്ച് മൂവാറ്റുപുഴ നിർമ്മൽ കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അടുത്ത പഠനത്തിനായിട്ട് ബോംബെക്ക് പോയി. അവിടെ ഫ്രാൻസിസ്കൻ മിഷണറി ബ്രദേഴ്സ് നടത്തുന്ന വലിയ ഒരു സ്ഥാപനത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാഷ്ട്രീയം തൽക്കാലത്തേക്ക് നിർത്തിയാണ് പോയത്. പഠനമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. അവിടെ തന്നെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ലക്ഷ്യം വിദേശത്തേക്ക് പോകണം, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ വളരണം, ഉയരണം, സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു ചിന്തയാണല്ലോ. പക്ഷെ എനിക്ക് നാട്ടിലേക്ക് വരേണ്ടത് വന്നു. നാട്ടിൽ വന്നാലും കുഴപ്പമില്ല, രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നി 1982 എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട യശശരീരനായ TN ജേക്കബ് അവിടെ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിയാവണ സമയമാണ്. അപ്പോൾ പണ്ടത്തെ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. എന്നാലും അദ്ദേഹമായിട്ട് കണ്ടുമുട്ടി ഒരുപാട് അടുത്ത ബന്ധം ഉണ്ടായി. ആ ഇലക്ഷനിൽ ജേക്കബ് സാർ ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി. അതോടെ നമ്മൾ ജേക്കബ് ഗ്രൂപ്പുകാരനായി. അദ്ദേഹമായിട്ടൊരു നല്ലൊരു ബന്ധം എനിക്കുണ്ടായി. ജേക്കബ് ഗ്രൂപ്പുകാരൻ എന്ന് പറയാം. ജോസഫ് സാറുണ്ട്, ജോസഫും ജേക്കബും കൂടെ നിൽക്കണമെങ്കിലും രാഷ്ട്രീയത്തിലെ ജേക്കബ് സാറ് എൻ്റെ ഒരു അടുത്തയാളെന്നുള്ള പറയാം. ആ ഒരു അനുഭവത്തിലാണ് അന്ന് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം ഒരു ജോലി കിട്ടുന്നത് കൊണ്ട്, നല്ലൊരു ജോലി തരപ്പെടുത്തുകയാണെങ്കിൽ കുടുംബം നല്ല രീതിയിൽ ഉയർന്നു വരും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട്, ഉന്നതമായ ആളുകളുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാവും. ഈ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടൊരു മാതൃക. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായിട്ട് അവർക്കുള്ളതും കൂടെ കളഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. തീർച്ചയായിട്ടും. പിന്നീട് അതിനെല്ലാം അപജയം സംഭവിച്ച് എൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടുത്താം, എൻ്റെ പോക്കറ്റ് എങ്ങനെ വീർപ്പിക്കാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം അതപ്പതിച്ചു പോയി. അപ്പോൾ ആ ഒരു നിലവാരത്തിലായിരുന്നോ അങ്ങും? അതായത് ഒരു ജോലിക്ക് വേണ്ടി കുടുംബം സെറ്റപ്പാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നോ ഈ പാർട്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത്? അതിനു വേണ്ടി എന്ന് വെച്ചാൽ, സാധാരണ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്ക് പോകുമല്ലോ. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബമായിരുന്നില്ല. താൽക്കാലികം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കാർഷിക കുടുംബമാണ്. ഞാൻ ഒത്തിരി ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് യാത്രകൾക്കായിട്ടും അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ ഇടക്കുമ്പോൾ നല്ല പൈസ വരും. നല്ല കടഭാരം ഉണ്ടായിരുന്നു എനിക്ക് രാഷ്ട്രീയത്തിലായിരുന്ന സമയത്ത്. വലിയ ദുർനടപ്പോ അല്ലെങ്കിൽ മദ്യപാനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ യാത്രയും പല കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പം തീർച്ചയായിട്ടും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. ഇഷ്ടംപോലെ പൈസ ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ അഴിമതി കാണിച്ചു പോകും. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ബ്രദർ പറയുന്ന അതിനോട് 100% പറയില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയവും അന്നത്തെ രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മൂല്യാധിഷ്ഠിതമായിരുന്നു. നമുക്കറിയാമല്ലോ, ഒത്തിരി രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പഴയ ആളുകൾ മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. അവരുടെയൊക്കെ നല്ല തനതായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു നടന്നിരുന്നത്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ താരതമ്യപ്പെടുത്തണ്ട. എങ്കിലും ഞാൻ എന്നെപ്പറ്റി പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കുറേ കടഭാരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഇതിനു വേണ്ടി യത്നിച്ചിട്ടുണ്ട്. ഒരു നാണയം പോലും ഇതിൽ നിന്ന് മുതലെടുക്കാത്ത ഒരാൾ വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ഞാനൊരു സ്വാഭാവികമായിട്ടൊരു ജോലി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അതിശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലർക്കും ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കിട്ടിയിട്ടുണ്ട്. ആദ്യ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോൾ ജോലി തന്നെ പലർക്കുമൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ ദൈവവിളി അതായിരുന്നില്ല. അതേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റൂ. അതെങ്ങനെ മനസ്സിലായി? ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ രാഷ്ട്രീയത്തിലിങ്ങനെ ഒക്കെ നടന്ന് 1980 ആ മിനിസ്ട്രി അങ്ങ് 87 തീരുന്നേ. അപ്പം അദ്ദേഹം ആ മിനിസ്ട്രിയിൽ നിന്ന് രാജിവെച്ച് ഇലക്ഷൻ ഫേസ് ചെയ്യണമല്ലോ. ആ സമയം വരെയും ഇദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തു. പക്ഷെ ജോലി കിട്ടുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ ജസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പോലും ഞാൻ ചെല്ലുമ്പോൾ അത് ഏതെങ്കിലും കാരണത്തിൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ജോലിയൊക്കെ കിട്ടാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, ആ സമയത്ത് എൻ്റെ അമ്മ നല്ലൊരു മാതൃഭക്തിയായിരുന്നു. ജപമാല കൈപ്പിടിച്ച് ജപമാല ചെല്ലും. എൻ്റെ സഹോദരിമാർ 2 പേരുണ്ട്, അവരും ചെല്ലും. അങ്ങനെ ആ സമയത്ത് എന്നോട് രാഷ്ട്രീയം നിർത്താൻ അമ്മ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ ഞാൻ നിർത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1986 അവരുടെ പ്രാർത്ഥന, മാതാവിനോടുള്ള പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 86 സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെയും സഹോദരിമാരുടെയും മറ്റുള്ളവരുടെയൊക്കെ പ്രാർത്ഥന അതിന് ഉപോലബലമായിട്ടുണ്ട്. ഈ ധ്യാനത്തിൽ ചെന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന തൊഴിൽക്കപ്പുറം ഏഴുമുട്ടം എന്ന് പറഞ്ഞ ധ്യാനമന്ദിരമുണ്ട്. ശരീരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ പള്ളിക്കുന്നിലച്ഛൻ്റെ സ്വന്തം സ്ഥലത്ത് നടത്തിക്കൊണ്ടിരുന്നൊരു ധ്യാനമന്ദിരമാണ്. അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ നടത്തുന്ന അൽമായരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അവരൊക്കെ നടത്തുന്നൊരു ധ്യാനമന്ദിരമായിരുന്നു ആദ്യം കൂടിയത്. ഞാൻ ധ്യാനം 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത് വചനത്തിൻ്റെ അത്ഭുത ശക്തി. വചനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ധ്യാനം കൂടാൻ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് രാഷ്ട്രീയത്തിൽ ടി.എൻ. ജേക്കബ് 5 വർഷം മന്ത്രിയായിട്ടിരുന്നു. അങ്ങ് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത അനുയായിയായിരുന്നു. പക്ഷേ മന്ത്രി ശ്രമിച്ചിട്ട് പോലും ജോലി കിട്ടിയില്ല. എന്നാൽ ഇനി ഒരു ധ്യാനം കൂടി ഒരു ജോലിക്ക് ശ്രമിക്കാം, കിട്ടിയാൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു പോയതാണോ? അതിനൊരു വചനമുണ്ട്. ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ 29-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം വായിക്കണം. എന്നെ കണ്ടെത്താൻ നിന്നെ ഞാൻ ഇടയാക്കും. പറഞ്ഞു വന്ന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു എന്നെ കണ്ടെത്താൻ നിന്നെ ഞാൻ ഇടയാക്കും. വാസ്തവത്തിൽ സംഭവിച്ചതാ. അല്ലെങ്കിൽ വെറുതെ പോയതാ ധ്യാനം കൂടെ അല്ല. ഒരു ധ്യാനത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവന് അത്രയധികം ദുഃഖഭാരം ഉണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടല്ലോ, കടമുണ്ടല്ലോ. നിർബന്ധമില്ല. ഉണ്ട്. എനിക്ക് അന്ന് ധ്യാനം കൂടുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു, പല സ്ഥലത്തും ചോദിച്ചു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പനക്കലശന് ഒരു ഞാൻ കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് ഒന്നും വിജയം വരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, എന്നാൽ ഇനി അടുത്ത വഴി എന്താ നോക്കണേ. അപ്പോൾ നമുക്ക് സ്വതസിദ്ധമായിട്ട് സ്വഭാവം ഉണ്ടതിൽ ഒരു കാര്യം മനസ്സിൽ ഉന്നി കഴിഞ്ഞാൽ അതിനൊരു മാർഗം കണ്ടെത്തണമല്ലോ. അത് രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്പം നേരം ചിന്തിക്കും, അതിന് ശേഷമാണ് അതിനൊരു പരിഹാരം കണ്ടെത്തണേ. ആത്മാർത്ഥമായിട്ട് കാര്യം ചെയ്യാവുന്നതാണ് പറഞ്ഞു കൊടുക്കും. ഇതുപോലെ ഈ ജോലിയുടെ പ്രശ്നത്തിന് നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ, പല സ്ഥലത്തും നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. മെറിറ്റിൽ നോക്കി അതിന് നടക്കുന്നില്ല, അതിന് പോലും വഴുതി പോകുന്നു. റെക്കമെൻഡേഷൻ കൊടുക്കുന്നു, അതിന് നടക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതെന്താ എനിക്ക് സംഭവിച്ചത്? എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു ദുഃഖഭാരം മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ വീട് അങ്ങനെ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ളൊരു വീടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർഷിക കുടുംബമായിരുന്നു. ഒരു ജോലി കിട്ടിയേ പറ്റൂ, അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കുറച്ച് പൈസ കളഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ധ്യാനം കൂടിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിലേക്ക് പോകുന്നത്.
ധ്യാനത്തിൽ ചെന്നിരുന്നു, ധ്യാനം കേട്ടു. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ദൈവത്തിൻ്റെ വചനം ഇത്രയധികം ശക്തിയുള്ളതാണ്, ജീവിക്കുന്ന ദൈവമാണത്, നമ്മുടെ കൂടെയുണ്ട്, ആ വചനത്തിന് ഒരു പവറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എൻ്റെ കുടുംബം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബം മാതാവിൽ ഒത്തിരി ഭക്തിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും കുറേ കൂടി ആഴത്തിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ബോധ്യം കിട്ടി. അങ്ങനെയാണ് ധ്യാനം കൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇങ്ങനെയൊരു സ്നേഹാനുഭവം നമുക്ക് കിട്ടി. അവിടെ നമ്മുടെ മനസ്സിൽ ഒത്തിരി ദുഃഖം ഉണ്ടായിരുന്നു, മനസ്സിൽ പല വിധത്തിൽ. സാമ്പത്തിക ക്ലേശത്തിൻ്റെ ദുഃഖമുണ്ട്, പിന്നെ ഈ ജോലി കിട്ടാത്തതിൻ്റെ ദുഃഖമുണ്ട്, ഇങ്ങനെ ഒത്തിരി ദുഃഖഭാരമുണ്ട്. ഈ ധ്യാനം കൂടി വന്നപ്പോഴേ ദൈവത്തിൻ്റെ സ്നേഹാനുഭവം എന്ന് പറഞ്ഞ സാധനം, ആ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊരു ഭാരക്കുറവ് ആദ്യത്തെ ധ്യാനം കൂടിയപ്പോഴും. അപ്പം അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ ഇതുവരെ ഓടിയതൊക്കെ അത്ര വിജയകരമായിട്ടുള്ള അധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യത്തിനല്ല പോയത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് കർത്താവ് സഹായിക്കും. അപ്പം അതുകൊണ്ട് അതിലേക്ക് നീങ്ങണം എന്നുള്ള ലക്ഷ്യം വെച്ചു. അങ്ങനെയാണ് ധ്യാനം കഴിഞ്ഞ ശേഷം മെല്ലെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് മെല്ലെ വരുന്നത്. 86 കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ, ബഹുമാനപ്പെട്ട പനക്കലച്ഛനെ ഒന്ന് കാണാമെന്നോർത്ത് ഒരിക്കൽ പോയി. പനക്കലച്ഛനൊക്കെ അന്ന് പോട്ടെ ശുശ്രൂഷയും ഒക്കെ വലിയ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന, ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നൊരു സ്ഥലം. എൻ്റെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ അച്ഛനിലൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് എൻ്റെ കാര്യത്തിലുള്ള തീരുമാനം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. എനിക്കൊരു ഭയങ്കര ബോധ്യമായിരുന്നു അത്. പക്ഷെ ഞാനങ്ങ് ചെല്ലുന്നു, അച്ഛനെ കാണാനായിട്ട് ചെല്ലുന്നു. അച്ഛൻ്റെ മുറിയിൽ ഞാൻ ഈ എണ്ണി നോക്കി, ആളുകൾ നിൽക്കുന്നത് ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു 32 പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ 33ാമത്തെ ആളാണ് ഞാൻ. ഇവരെ കയറി കഴിയുമ്പോഴത്തേ ഒത്തിരി സമയം എടുക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തു. പക്ഷേ സമയം ഒത്തിരി എടുത്തില്ല. എല്ലാവരും കയറി ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിപ്പോകുന്നു. എൻ്റെ ഊഴം വന്നു, ഞാൻ നേരെ കയറി. അപ്പോൾ എൻ്റെ മനസ്സിലെ ഭാവന അച്ഛൻ എന്നെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരും എന്നോർത്താ. അച്ഛൻ്റെ നേരെ നോക്കി അവസരയിൽ നോണ്ടപ്പോൾ അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ മനസ്സ് സൂക്ഷിച്ച കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുടുംബകാര്യം, ജോലിയുടെ കാര്യം ഒക്കെ പറഞ്ഞു. എന്നോട് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു മുട്ടുകുത്താൻ. ഞാൻ മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ അച്ഛൻ ഒരു 2 മിനിറ്റ് കൈവച്ചു. കണ്ണടച്ച് കുറച്ച് നേരം അദ്ദേഹം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കേട്ടു. ഞാൻ കൈയെടുത്ത് കുറച്ച് നേരം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉന്നത ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒക്കോ എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ അന്ന് അച്ഛനത് പറഞ്ഞപ്പോഴേ. കാരണം നമ്മൾ ഉന്നത ദാനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അന്നൊന്നും അറിയത്തില്ല. ഇന്ന് നമുക്ക് അത് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ് കൊളോസസ് 3:1 വചനം അച്ഛൻ പറഞ്ഞേ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുമെന്ന് പൗലോസ് പറഞ്ഞ ആ കാര്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ അന്നത്തെ ഒരു പ്രവചനമായിരുന്നു അത്. കർത്താവ് നിയോഗിച്ചിരിക്കുന്നു, എന്നെ ശുശ്രൂഷയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളൊരു നിയോഗമായിരുന്നു ആ വചനത്തിലൂടെ അച്ഛനെ പറഞ്ഞത്. അന്ന് അതിനുശേഷം ഞാൻ പുറത്ത് പോയി അത്ര സമാധാനം കിട്ടിയില്ലെങ്കിലും വീണ്ടും വിട്ടില്ല. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ കോട്ടയിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുമല്ലോ, വലിയ വലിയ ശുശ്രൂഷകൾ അവിടെ നടക്കുന്നത്. അതിൽ സംബന്ധിക്കാൻ പോകുമായിരുന്നു. എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നൊരു സിഗരറ്റ് വലിയ, ഞാനിങ്ങനെ ചെയിൻ സ്മോക്കറായിരുന്നു. ഈ യാത്രയൊക്കെ ഉള്ളപ്പോൾ തിരുവനന്തപുരവും കോട്ടയത്തേക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല വിലയുള്ള സിഗരറ്റേ മേടിച്ച് വലിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ സിഗരറ്റ് ആവശ്യമാണ്, അങ്ങനെ കൂട്ടുകാർക്കും കൊടുക്കും. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ കോട്ടയ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. ആ സ്റ്റേജിന് ഞാൻ കയറി ശുശ്രൂഷ ചെയ്തതിൻ്റെ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഞാൻ കയറി ചെല്ലുന്നത്. ഇപ്പം നായ്ക്കമ്പറമ്പിലച്ഛൻ അവിടെ നിന്ന് ശുശ്രൂഷ നടത്തുന്നുണ്ട്, വേറൊരു ബ്രദർ ഇവിടെ പാട്ട് പാടുന്നുണ്ട്, രോഗശാന്തി അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ഞാനത് നിൽക്കുമ്പോൾ ഇന്ന് നിന്ന തെങ്ങിൻ്റെ ഏറ്റവും കുഞ്ഞു തെങ്ങായിരുന്നു അത്. അതിൻ്റെ ചുവട്ടിൽ ഞാൻ ആരും അറിയാതെ അങ്ങനെ നിൽക്കുക. പെട്ടെന്നാണ് അച്ഛൻ്റെ, ഞാനിങ്ങനെ ചുമ്മിക്കുക, പ്രാർത്ഥിക്കുന്ന പോലുമില്ല, ചുമ്മിക്കുമ്പോൾ പെട്ടെന്നാണ് അച്ഛൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരിക, 13 പേരുടെ പുകവലിയിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുന്നു. ആദ്യം എനിക്ക് മനസ്സിൽ തോന്നി, എന്നാൽ മോചിപ്പിക്കട്ടെ, നമുക്ക് നോക്കാം എന്നൊക്കെ തോന്നി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ ആ സമയത്ത് പെരുത്ത് കയറി എന്ന് ഞാൻ ഓർത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് 3:30 കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സാധാരണ ചെയ്യാറുള്ള ഒരു
നാരങ്ങ വെള്ളം കുടിച്ച് പെട്ടെന്നൊരു സിഗരറ്റ് കത്തിക്കില്ല പതിവ്. പക്ഷേ അന്ന് സാഹചര്യം അങ്ങ് മാറി. എൻ്റെ അവിടെ നാട്ടുകാരനായ ഒരാൾ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു പോരേന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടിയെ കയറി മൂവാറ്റുപുഴ ഇറങ്ങി. പിന്നെ സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല. 10-16 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. എന്തോ ഒരു പ്രത്യേകത പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ 16 ദിവസം കഴിഞ്ഞ് കോതമംഗലം മാർവേസിൽ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷനിൽ രാഷ്ട്രീയക്കാർ വെള്ളയിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാവിലെ എല്ലാവരും വന്ന് കൂടി, എല്ലാവരും UDF രാഷ്ട്രീയമായിരുന്നല്ലോ, അപ്പോൾ കോൺഗ്രസ്സുകാരും എല്ലാവരും വന്ന് നിൽക്കും. ഞാനും അവിടെ പോയി. ഇപ്പോൾ ആ കടക്കാരനുമായിട്ട് നല്ല ബന്ധം. പുള്ളി വന്നപ്പോൾ തന്നെ ഒരു വിൽസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടു. ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ ഒരു പുച്ഛഭാവത്തിൽ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ പോട്ടെ പോയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തല കുലുക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അടുത്ത കടയിലേക്ക് പോയി. ചായ കുടി കഴിഞ്ഞ് എനിക്ക് ആ സിഗരറ്റ്, അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന ഒരു സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ നേരെ കയറി വരിക. അപ്പോൾ ഫാദറിൻ്റെ മുഖത്ത് നോക്കി സിഗരറ്റ് എത്തിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതങ്ങ് കത്തിച്ചോട്ടോ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ ഓർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, വർഷങ്ങളുടെ മുമ്പിൽ പഴക്കമുള്ളൊരു കാര്യമാണ്. ഞാൻ ആ സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ തുടങ്ങുമ്പോൾ കോട്ടയിൽ വെച്ചുണ്ടായ ആ അനുഭവം കത്തിച്ചു കൊടുത്താൽ മതിയല്ലോ. എൻ്റെ ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ പെരുത്ത് കയറിയിട്ട് ഉള്ളിൽ നിന്നൊരു എക്കോ വരികയാണ്. എൻ്റെ പേര് വിളിച്ചുകൊണ്ട്, ജോർജ് കത്തിക്കണ്ട. അങ്ങനെ പുകവലിയിൽ നിന്നൊരു മോചനം കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ മെല്ലെ വരുന്നു ശുശ്രൂഷയിൽ വന്നെന്ന് പറഞ്ഞത്. അങ്ങനെ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ശുശ്രൂഷകനെ എടുത്തുപയോഗിക്കാൻ തൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റുന്ന ഒരനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം വിട്ടിട്ട് പിന്നെ ഈ സുവിശേഷ വേലയിലേക്ക് തിരിയണമെന്നുള്ള ആ ഒരു ചിന്ത വരാനുള്ള കാരണം എന്താ? അതല്ലെങ്കിൽ അത് ഏത് സമയത്ത് അതുണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ധ്യാനം കഴിഞ്ഞ് വചനം കേട്ടപ്പോൾ അന്ന് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച കാര്യം ഇതാ. ദൈവത്തിൻ്റെ സ്നേഹാനുഭവം അന്ന് കിട്ടിയത്. ഞാൻ അതുവരെ തൂക്കി വച്ചിരുന്ന എൻ്റെ ഹൃദയത്തിലെ ദുഃഖഭാരം വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതിനടിച്ചു പോയി, പുറത്തു പോയി. ആ സമയത്ത് എനിക്കൊരു ഒരു ഉൾവിളി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിനു വേണ്ടി ജീവിക്കണം. പക്ഷേ അതിനോടനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അപ്പം പകവലി ഉണ്ടായിരുന്ന പോയ കാര്യമാണ് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഈ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കുക. വാഴക്കുളം കാർമൽ മൊണാസ്ട്രിയിലെ ഒരു ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒന്ന് ചേർന്നു. അവരെന്നെ സ്വീകരിച്ച് അവിടെ അക്സെപ്റ്റ് ചെയ്ത ഒരു കോർ ഗ്രൂപ്പ് അംഗമാക്കി. അവിടെ കൺവെൻഷനും ഇന്നും ഉണ്ട്, ധാരാളം ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഇടവകപ്പള്ളി ആയവനപ്പള്ളിയായിരുന്നു. അവിടെ ഞാൻ സ്വന്തമായി തന്നെ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. ധാരാളം ആളുകൾ അതിൽ വന്ന് പങ്കെടുത്തു. ഒത്തിരി പേർക്ക് അനുഭവവും ആശ്വാസവും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മെല്ലെ ശുശ്രൂഷകളിലേക്ക് ഞാൻ ശുശ്രൂഷയായി. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തതെന്നു ചോദിച്ചാൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാർട്ടി മീറ്റിങ്ങിൽ പോകാണ്ടായി. പാർട്ടി അങ്ങ് ഉപേക്ഷിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഈശോ തന്നെ, ഈശോയുടെ വചനവും പ്രാർത്ഥനയും ആ കാര്യങ്ങളിലേക്ക് തന്നെ മെല്ലെ ഒരു കൈത്തോടെ ഒഴുകിച്ചെന്ന് പുഴയിലേക്ക് ചേരുന്ന പോലെ തന്നെ ഈ അനുഭവത്തിലേക്ക് ഞാനങ്ങ് വന്നു. പിന്നെ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 1991 പിന്നെ അതുവരെയുള്ള സമയങ്ങളിൽ ചെറിയ ശുശ്രൂഷകളും ഇടവകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത്. 91 ഞാൻ തീരുമാനിച്ചു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പനക്കലച്ചനെ വീണ്ടും ഒന്നുകൂടെ കാണാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിനോടിടയിൽ ഈ രാഷ്ട്രീയം പരിപൂർണമായിട്ട് പരിപൂർണമായിട്ട് വിട്ടു. അതിനാരുടെയെങ്കിലും പ്രേരണയുണ്ടായിരുന്നോ? എനിക്ക് ആരുടെയും പ്രേരണ കിട്ടിയില്ല, ഇല്ലായിരുന്നു. നമ്മളോട് ഈ രാഷ്ട്രീയം വിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം ആളുകൾ പറയുകയെ നേരത്തെ ഭക്തിമാർഗം നേരത്തെ രാഷ്ട്രീയമായിരുന്നു, ഭക്തിമാർഗത്തിലേക്കായി എന്ന് അന്നത്തെ കാലത്ത് ചിലരൊക്കെ പറയുമായിരുന്നു. അത്രേ ഉള്ളൂ. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹാനുഭവം, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ആത്മീയ ബോധ്യവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് അതൊക്കെ ശരിക്കും കർത്താവിൻ്റെ തിരുനാമത്തിൽ നമ്മളത് തീരുമാനമെടുത്തു. അതിനുവേണ്ടി തന്നെ ഇടംബലം ഇല്ലാണ്ട് പോയി. ഈ തീരുമാനം എടുത്തപ്പം ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്ത് പറഞ്ഞു? അവരൊക്കെ കാണുമ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവർ ഒക്കെ അവരുടേതായ ലൈനിലൊക്കെ സംസാരിക്കും. എന്നോട് പേഴ്സണലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചിലരൊക്കെ പറയും. പിന്നെ ആ സമയത്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, ഒരിക്കൽ പത്രക്കാരുടെ അടുത്ത് ഒരു ദീപികയിലാണ് എനിക്ക് തോന്നുന്നത്, ഒരിക്കലും ഞാൻ ചെന്നപ്പോൾ
കോട്ടയത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിൽക്കുന്നത്, അപ്പോൾ വന്ന ഒരു ഓർമ്മ കിടപ്പുണ്ട്, അന്നത്തെ കാലത്ത് 1 വർഷം പഴക്കമല്ലേ, പറഞ്ഞ് ഇതൊരു മണ്ടത്തരമായിട്ടോ കാണിച്ചെന്നൊരു അവിടുത്തെ ഒരു ആൾ പറഞ്ഞു എന്നോട്. ഒരു സബ് എഡിറ്ററാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു ഇത് മണ്ടത്തരമായിട്ടോ ഈ കാണിക്കണേ, ഒരു കാരണവശാലും പോകരുത്, ഇത്രയും സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന ഒരാളല്ലേ, എന്തിനാണ് പോകണത്, ഇത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പാടില്ലേ, പ്രാർത്ഥിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച ഒരാളുണ്ട്. ആ ചോദ്യം അന്ന് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. അതായത് രാഷ്ട്രീയത്തിൽ എവിടെയും അഴിമതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്വജനപക്ഷപാതം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ക്രിസ്തീയമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രവർത്തിച്ചുകൂടെ? ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ഒരു വലിയൊരു കുത്തൊഴുക്കിൻ്റെ സമയത്ത് ഈ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ പ്രബോധനങ്ങളുടെയൊക്കെ വെളിച്ചത്തിലൊക്കെ അത് പലരും ഇടയിൽ ഒരു ആരോപണമാണിത്. രാഷ്ട്രീയത്തിലൊക്കെ നല്ല നിലയിൽ ഉയർന്നു വരാമായിരുന്ന പലരുടെയും കൂമ്പടച്ചു വിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് എന്നാ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന നട്ടലുള്ള തൻ്റെ അടുത്തോടെ നിന്ന് എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഒരു നിലപാട് പറയുന്ന ശക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിലില്ല. അപ്പം ആ ഒരു അവസ്ഥയ്ക്ക് കാരണമായി തീർന്നതിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ആരോപണത്തെക്കുറിച്ച് അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? എല്ലാം ശരിയല്ല, പറഞ്ഞ കാര്യം ഒരു പരിധി വരെ ബ്രദർ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ എല്ലാവരുടെയും കാര്യത്തിലും ശരിയല്ല. ഞാനെടുത്ത നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പൊളിറ്റിക്സിൽ ശരിക്ക് അഴിമതിരഹിതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കളെ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നിന്നാൽ ഒരുപാട് ത്യാഗങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരും. സത്യസന്ധമായി നിന്നുകൊണ്ട് നമുക്ക് പറയാമെന്നല്ലാതെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അത് അപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയല്ലേ? ജനുവനായിട്ട് സത്യസന്ധമായിട്ട് അങ്ങനെ അതിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിൽക്കുന്നവർക്ക് അവർക്ക് പ്രതികൂലങ്ങളുണ്ടാകും. കുറച്ച് കള്ളത്തരങ്ങളും കുറേ എന്താ പറയുക അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഉണ്ടാകുന്ന അതൊക്കെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുപോലെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇന്ന് നമുക്ക് പറ്റിയേക്കുന്നൊരു പ്രശ്നം ഇതാണ്. രാഷ്ട്രീയത്തിൽ ഇന്ന് കൊള്ളാവുന്ന സഭയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും നിലപാടെടുക്കുന്ന നേതാക്കന്മാർ ഇന്നില്ല എന്നുള്ളത് നല്ല നേതാക്കന്മാർ ഉണ്ട്. അന്നൊക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആള് മുൻ മന്ത്രിയായ മോൻസ് ജോസഫ്, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പൊളിറ്റിക്സ് പറയുകയല്ല ഇവിടെ, അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം നല്ല നിലപാടുകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അന്ന് ഉണ്ടായിരുന്ന സമയത്ത് യൂത്ത് ഫ്രണ്ടിലും KSCയിലും ഒക്കെ വന്ന് വളർന്നാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് ഈ നിലയിലെത്തിയത്. മുൻ മന്ത്രി സ്ഥാനത്തേക്കൊക്കെ എത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, MLA ആയിട്ടാണല്ലോ. അങ്ങനെ ആളുകൾ എല്ലാ പാർട്ടിയിലും തന്നെയുണ്ട്. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലല്ല, എല്ലാ പാർട്ടിയിലും നല്ല നിലപാടുകൾ എടുക്കുന്ന ആളുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷമേ ഉള്ളൂ. അവർക്ക് ഒരു പരിധി വരെ അവർക്ക് പ്രവർത്തിക്കുന്നത്. നല്ല നിലപാടുകളുള്ള നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹം ഇന്ന് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് ഇവിടെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മറ്റു പലരുടെയും പല അജണ്ടകളുടെ മുമ്പിൽ ക്രൈസ്തവ സമൂഹം ഇവിടെ ശോഷിച്ച് അടുത്ത ഒരു 10-15-20 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഇത് ഇല്ലാതെയായി പോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തൽക്കാലത്തെ നേട്ടത്തിനു വേണ്ടി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം സമുദായത്തെ പോലും തള്ളിപ്പറയുന്ന നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതാ ഇന്ന് നമ്മൾ പൊതുവിൽ കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഇന്ന് നല്ല വ്യക്തിപരമായിട്ട് നല്ല നേതാക്കന്മാരൊക്കെ എല്ലാ പാർട്ടിയിലും കാണുമായിരിക്കും. പക്ഷെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കരിസ്മാറ്റിക് അനുഭവങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഇത് നിന്നുകൂടാ? ഡയറക്റ്റ് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പനക്കലച്ചനും ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പലച്ചനും അന്നത്തെ കാലത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു.
പോട്ട ഡിവൈൻ ശുശ്രൂഷകളും ഒക്കെയാണ് ഞാൻ അതിലേക്കാണല്ലോ ചെന്ന് ചേർന്നത് 91. അപ്പോൾ അതിനകത്തിൽ കിട്ടിയ അവരിൽ നിന്നുള്ള ഡയറക്ഷൻ കിട്ടിയത് അനുസരിച്ച് അവർ മാത്യു നാക്കിയമ്പറമ്പ് അച്ഛനൊക്കെ അന്നത്തെ 1994 എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നൊക്കെ കിട്ടിയ പാഠങ്ങൾ, നമ്മളിപ്പോൾ അന്ന് ന്യൂക്കമറാണല്ലോ ഈ കസ്മാറ്റിക് മേഖലയിൽ. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും അനേകം ആളുകളെ വിജാതിയരെ പോലും കൂട്ടിക്കൊണ്ടുവരുന്നു, അവരെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നു. അപ്പോൾ അതിൽ കൂടി നമ്മൾ അവർ പറയുന്നതനുസരിച്ചൊക്കെ എന്നാണ് നമ്മളങ്ങോട്ട് വളർന്നു വന്നത്. എൻ്റെ ആത്മീയ വളർച്ച എന്നതാണ് അങ്ങനെയാണ് വന്നത്. ഏതായാലും അങ്ങയുടെ ഈ അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ, അതായത് ഈ രാഷ്ട്രീയത്തിൽ നല്ല ഒരു ഭാവിയൊക്കെ ഉണ്ടാകാമായിരുന്ന ആ സാഹചര്യം എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പറയാനായിട്ട് ഇറങ്ങിയ അതിനുശേഷമുള്ള അനുഭവങ്ങളൊക്കെ, പ്രത്യേകിച്ച് അങ്ങയുടെ കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാം. അതുവരെ കാത്തിരിക്കുക. ജോർജ് ബ്രദർ തൻ്റെ ജീവിത അനുഭവങ്ങളുടെ 2ാം ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്.